മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയുടെ വിമർശനം ഏൽക്കേണ്ടി വന്നു കോൺഗ്രസിന്. ഇപ്പോൾ ഷബ്ന സിയാദ് വിവരങ്ങൾ നൽകും. ഷബ്ന, എന്താണ് കോടതി പറഞ്ഞത്? പ്രത്യേകിച്ച് മുൻകൂർ നോട്ടീസ് നൽകാതെ ഒരു മിന്നൽ ഹർത്താൽ നടത്തുകയായിരുന്നല്ലോ ഇവർ ചെയ്തത്. ചെയർമാനും ഡീൻ കുര്യാക്കോസിനും അടക്കമുള്ളവർക്ക് കോടതി അലക്ഷ്യ നടപടി കോടതി സ്വമേധയാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കോടതി ക്രിമിനൽ കണ്ടംപ്റ്റ് ആയിട്ട്, അതായത് കോടതിയുടെ ക്രിമിനൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിച്ചിരിക്കുന്നു. കൂടാതെ കോടതി ഇപ്പോൾ ഒരു നിർദ്ദേശം സർക്കാരിന് നൽകിയിട്ടുള്ളത് ഹർത്താലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമ സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കണം എന്ന ഒരു നിർദ്ദേശവും സർക്കാരിന് നൽകിയിരിക്കുന്നു. ഒരു രീതിയിലുള്ള അക്രമവും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. ഹൈക്കോടതി തന്നെ നേരത്തെ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. 7 ദിവസം ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് 7 ദിവസം മുൻപ് മുൻകൂർ നോട്ടീസ് നൽകണം. അത്തരത്തിൽ മുൻകൂർ നോട്ടീസ് നൽകുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് സർക്കാർ നിർദ്ദേശം കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ തന്നെ നൽകിയിരുന്നു. ഇതെല്ലാം അവഗണിച്ചാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് കോടതിയുടെ നടപടിക്ക് എതിരാണ്, അല്ലെങ്കിൽ കോടതി ഉത്തരവിനെതിരാണ്. ഇത് കോടതി അലക്ഷ്യമായി തന്നെ നടപടികൾ സ്വീകരിക്കണം, ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. നിലവിൽ 2 ഹർജികളായിരുന്നു ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ഈ 2 ഹർജികൾ അടിയന്തര പ്രാധാന്യത്തിൽ കോടതി പരിഗണിക്കുകയും ഇതോടൊപ്പം തന്നെ കോടതി ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്കെതിരെ സ്വമേധയാ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഹർത്താലുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് രാവിലെ തന്നെ കോടതി പരിഗണിച്ചിരുന്നു. നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഹർജികൾ അടിയന്തര പ്രാധാന്യത്തോടെ ഇരിക്കുകയും ഇതോടൊപ്പം തന്നെ ഹൈക്കോടതി ഈ ഹർത്താൽ ആഹ്വാനം ചെയ്ത UDF കൺവീനർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഡീൻ കുര്യാക്കോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം സർക്കാർ ഹൈക്കോടതിയിൽ കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കോടതിയലക്ഷ്യ നടപടിയുമായി കോടതി മുന്നോട്ട് പോകും എന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഷബ്ന, നിരപരാധികളായ 2 സഹപ്രവർത്തകരെയാണ് കൊന്നു തള്ളിയത്. ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കാൻ കോടതിക്കും ബാധ്യതയുണ്ട് എന്ന് നേരത്തെ ഡീൻ പറഞ്ഞതായി അറിയുന്നു. ഇതിനെ എങ്ങനെ നിയമപരമായി നേരിടും എന്നാണ് അറിയുന്നത് കോൺഗ്രസ്? അത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയിൽ ആ രീതിയിലുള്ള ചർച്ചകളൊന്നും തന്നെ കോടതിയിൽ വന്നില്ല. കാരണം ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തവരുടെ അഭിഭാഷകരോ അങ്ങനെ ആരും തന്നെ കോടതിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹൈക്കോടതി കൃത്യമായി ശബരിമല കർമ്മസമിതിയുടെ ഹർത്താലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കൃത്യമായി കോടതി ഉത്തരവിട്ടിരുന്നു. 7 ദിവസത്തിന് മുമ്പ്, അതായത് ആര് ഹർത്താൽ ആഹ്വാനം ചെയ്താലും 7 ദിവസത്തിന് മുമ്പ് മുൻകൂറായി നോട്ടീസ് നൽകണം. അതിന് ചില മാർഗനിർദ്ദേശങ്ങളും കോടതി നൽകിയിരുന്നു. അത്തരത്തിൽ മുൻകൂറായി നോട്ടീസ് നൽകണം എന്ന് കോടതി ഉത്തരവിട്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഹർത്താലുകൾ പൊതുജനങ്ങളുടെ ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുന്നു. പരീക്ഷകൾ മാറ്റിവെക്കേണ്ടി വരുന്നു, വിദ്യാർത്ഥികൾ വലയുന്നു, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിൽ 7 ദിവസം മുമ്പ് ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും അതിനിടയിൽ ഏതെങ്കിലും രീതിയിൽ കോടതികളെ സമീപിക്കാനോ അല്ലെങ്കിൽ നിയമപരമായി ഇത്തരം ഹർത്താലുകൾക്കെതിരെ ഏതെങ്കിലും പൊതുജനങ്ങൾക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു കോടതിയുടെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം. എന്നാൽ ആ കോടതി ഉത്തരവ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഹർത്താലാണിത്. ഇത്തരത്തിൽ ആ കോടതി ഉത്തരവിനെ, അതായത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ്, ആ ഉത്തരവിനെ അവഗണിച്ചുള്ള ഒരു ഹർത്താലാണ് ഇന്നലെ രാത്രിയിൽ പ്രഖ്യാപിച്ചത്. അതും അർദ്ധരാത്രിയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുകയും പൊതുജനങ്ങളെ രാവിലെ തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഹർജിക്കാർ ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ അറിയിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയും മറ്റും ഇത്തരത്തിൽ പ്രചരിപ്പിച്ച് ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. ആ ഹർത്താൽ പൊതു വാഹനങ്ങൾ തടയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു.